ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ് നൂഡിൽസ് ദോശ. അതിനായിട്ട് നമുക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് വേവിച്ചെടുക്കുക. അതിൻ്റെ മസാല നമ്മളിതിലോട്ട് ഇപ്പോൾ ആഡ് ചെയ്യേണ്ട, അത് ലാസ്റ്റ് വേണം. നൂഡിൽസ് മാത്രം വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു മസാല ദോശ ഉണ്ടാക്കുന്ന പാനിൽ നമ്മൾ നന്നായിട്ട് ദോശ സ്പ്രെഡ് ചെയ്യണം. നന്നായിട്ട് പരത്തണം, കനം കുറച്ച്. ഒരുപാട് കനം കൂടി പോവണ്ട, അത് വല്ലാത്തൊരു മാവിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ ബട്ടറും നെയ്യൊന്നും തേക്കാണ്ട് ആദ്യം തന്നെ പരത്തി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് അങ്ങനെ ചേർക്കുന്നെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് പരത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കണം. ഇങ്ങനെ സൈഡിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും, നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടും. കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു എഗ്ഗ് അതിൽ പൊട്ടിച്ചൊഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ മുട്ട ദോശയൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ദോശയിൽ ഫുള്ളാവുന്ന പോലെ ഈ മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ലേശം ഉപ്പും കൂടി ആ മുട്ടയിലൊന്ന് ആവുന്ന രീതി, ഒരുപാട് ഉപ്പൊന്നും ചേർക്കണ്ട. മസാലയിൽ നമ്മൾ ഉപ്പൊക്കെ ഇടും, അങ്ങനെയും കൂടി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത്യാവശ്യം കുറച്ചൊന്ന് വെന്ത് ആ മുട്ടയൊന്ന് വെന്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ചേ ഇടുകയുള്ളൂ, ഒരുപാട് കൂട്ടിയിടണ്ട, അത് കരിഞ്ഞു പോകും. അതിലോട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്ന സവോളയും ക്യാപ്സിക്കവും ആണ്. വേറെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇടാം. ക്യാപ്സിക്കം എന്താണെങ്കിലും മസ്റ്റാണ്, അത് നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മാഗിയിൽ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മസാല അതും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ നൂഡിൽസും കൂടി ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ പിന്നെ ഒരു ടേസ്റ്റിനും കൂടി പെപ്പർ പൗഡർ, അത് നല്ലതാണ്, പെപ്പർ പൗഡറും ടൊമാറ്റോ സോസ് പിന്നെ മയോണൈസും, എഗ്ലെസ് മയോണൈസും അതും കൂടി ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ മാഗിയുടെ മസാലയും പെപ്പർ പൗഡറും എല്ലാം നന്നായിട്ട് കിട്ടുന്ന പോലെ, മാഗിയിലും എല്ലാ വെജിറ്റബിൾസിലും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന പോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ബട്ടറും കൂടി ടേസ്റ്റിന് ആഡ് ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, നല്ല ബട്ടറിൻ്റെ ടേസ്റ്റും. പിന്നെ ഷെസ്വാൻ സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഏത് സോസാണെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട്, ഇപ്പം നമ്മുടെ ദോശയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, മസാലയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കുറച്ച് കോൺ ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ അതും കൂടി ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുപോലെയുള്ള ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി. നമ്മുടെ സവോളയും ക്യാപ്സിക്കമൊക്കെ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആദ്യം ഇട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇതിട്ട് നമ്മൾ മസാല ദോശ വയ്ക്കുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. എന്നിട്ട് നമ്മളിങ്ങനെ പീസാക്കിയിട്ട് ആണ് കഴിക്കേണ്ടത്. ഒരുപോലെ കഴിക്കാം, പക്ഷെ അത് ഭയങ്കര ഹെവിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇത് കൊടുക്കാൻ ഭയങ്കര നല്ലൊരു സ്നാക്സാണ്. പിന്നെ രാവിലത്തെ ദോശയുടെ മാവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാം. കുറച്ച് മതിയാവും, ഒരുപാട് വണ്ണത്തിലൊന്നും ചെയ്യണ്ട. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.